ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒരു ഡേ മുഴുവനും വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് വീഡിയോ എടുത്തു തരാൻ എൻ്റെ ക്യാമറാമാൻ വേണു ഇവിടെ ഉണ്ടാവാറില്ല. അപ്പോൾ ഇന്ന് ശനിയാഴ്ച എന്നാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസത്തിൻ്റേത് ഫുള്ളില്ലെങ്കിൽ ഒരു പകുതി മുക്കാലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാമെന്നുള്ളത് കരുതി. അപ്പോൾ ജസ്റ്റ് എഴുന്നേറ്റതേ ഉള്ളൂ. സമയം 11 മണിയായിട്ടോ ഗൈസ്. എഴുന്നേറ്റതേ ഉള്ളൂ. കാരണം ഒന്നാമത് കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഞാനും ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുക. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് പരിപാടികളെന്ന് വെച്ചാൽ ഫ്രെയിം പോയി എടുക്കാനുണ്ട്, ഷീറ്റ് പോയി എടുക്കാനുണ്ട്. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ പെയിൻറ്റ് കുറച്ച് അങ്ങോട്ടൊന്ന് കൊടുത്തിട്ട് കുറച്ച് കോല ഇങ്ങോട്ട് മേടിക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ നമ്മുടെ എന്തെങ്കിലും പേര് മോനെ നിക്ഷാൻ ഇലക്ട്രോണിക്സിന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാധനങ്ങൾ മുഴുവനും അവിടുന്ന് മേടിച്ചതാട്ടോ. ഇത്രയും സാധനങ്ങൾ അവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മേടിച്ചതായിരുന്നു. 2 ബക്കറ്റും ഒരു മോപ്പും കൂടിയും 200 രൂപയല്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞാൻ ഒരു ഡിന്നർ സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിവിടെ എത്തി നോക്കുമ്പം എനിക്കത് മാറ്റണം എന്നുള്ള ഒരു ചെറിയൊരു ടെൻഡൻസി. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഏതായാലും കാറെടുത്ത് ഡിന്നർ സെറ്റൊന്നും ബസ്സിന് എനിക്ക് കൊണ്ടുപോകാനാവില്ല, അല്ലേ ഞാൻ ബസ്സിന് പോയാലേ വെറുതെ എന്തിന് 500 രൂപ മുടക്കുന്നതെന്ന് കരുതിയിട്ട്. പക്ഷേ എന്ത് വേറെ ഫ്രെയിമിൻ്റെ സാധനങ്ങളോട് കൂടി എടുക്കാനുള്ളത് കൊണ്ട് പിന്നെ ഇത് മാറ്റാൻ കരുതി. അപ്പം ഇത് എന്നോട് മറന്നു പോകും. അതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ കാണുന്നിടത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ഇതെന്ന് എനിക്ക് മാറ്റണം. ചുമ്മാ അവിടെ കണ്ടപ്പോൾ ഓഫർ കണ്ടപ്പോൾ ഒന്ന് വാങ്ങി എന്നേ ഉള്ളൂ. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് ചിന്തിച്ചത്. പിന്നെ കുറച്ച് പെയിൻറ്റ് മാറ്റാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അതാണ് പിന്നെ അടുത്ത പരിപാടി. അത് 2 കളർ പെയിൻ്റായിട്ടാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് നല്ല അടിപൊളി അടിച്ചാമ്പൊളി പെയിൻ്റാണ്, പക്ഷെ ഒന്ന് വളരെ വളരെ മോശമായിട്ടുള്ള പെയിൻ്റാണ്. അതാണ് മെയിനായിട്ടുള്ള സംഭവങ്ങൾ. ഒരു 6 ബോക്സ് എങ്ങാനും വേറെ കളർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 6 ബോക്സിൽ തപ്പി പിടിക്കണം. ഒന്ന് കിട്ടി ഗൈസ്. സുഷമക്കുട്ടി ഇവിടെ കുത്തിരുന്ന് വരയ്ക്കുകയാണ്. 2 കിട്ടി. സുഷമക്കുട്ടീനെ കൂട്ടരുത് കേട്ടോ. സുഷമയും വേണു ഒക്കെ എനിക്കുള്ളത് ഇവിടെ കൂട്ടിനായിട്ട്. 3 കിട്ടി. എന്നെ മാതൃഭൂമി ന്യൂസിൽ നിന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ വന്ന സമയത്ത് ഞാൻ ഒരു ഫോട്ടോ മൂലയിലിട്ട് കണ്ടപ്പം എന്നോട് ചോദിച്ചാൽ എന്തുവാ സംഭവം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ചെറിയൊരു ഫാൾട്ട് പറ്റിയതാണ്. എന്നോട് ചോദിച്ചാൽ എന്താ ഫാൾട്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതേപോലെ പെയിൻറ്റിന് എന്താ ഫാൾട്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പോയിട്ടാണ് എനിക്കല്ലേ. അങ്ങനെ 6 ബോക്സിന് വന്നിട്ട് 5 ബോക്സ് അല്ലല്ലോ. അപ്പം 5 ബോക്സ് 6 ബോക്സ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ 5 ബോക്സേ ഉള്ളൂ. ഈ 5 ബോക്സും മാറ്റേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി എനിക്ക് മാറ്റാനുള്ളത്. ഇനി പല്ല് തേപ്പൊക്കെ കഴിഞ്ഞു, കുളിച്ച് കഴിഞ്ഞിട്ടില്ല. ചായ കുടിച്ചതിന് ശേഷമാണ് കുളിക്കാറ്. ഞാനിടുന്നത്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അത് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത്. പൊതുവേ ഞാൻ ഇവിടെ മൈഗ്രെയിൻ ആയതുകൊണ്ട് അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കാറില്ല. അന്ന് സരി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എനിക്ക് ഫുഡിൻ്റെ സ്മെല്ലൊന്നും ചെറുതായിട്ട് പിടിക്കുന്നില്ല. അതുകൊണ്ട് ആരാ മോളെ? വാപ്പിയോ?
അപ്പം ഫുഡിൻ്റെ സ്മെല്ലൊന്നും ചെറുതായിട്ട് പിടിക്കാത്തത് കൊണ്ട് ഫുഡ് അങ്ങനെ ഉണ്ടാക്കാറുമില്ല. ഇനി ഹോട്ടലിൽ നിന്നാണ് ഫുഡ് മേടിച്ചത്, അത് കഴിക്കണം. അപ്പോൾ ബാക്കി ഞാനൊന്ന് ഫോൺ എടുത്ത് നോക്കട്ടെ. ചേട്ടാ അപ്പം ചായ കുടിക്കാനുള്ള ഒക്കെയാണ്. രാത്രിയത്തെ ഫുഡിൻ്റെ പാത്രങ്ങളൊക്കെയാണ്. അപ്പോൾ രാത്രി കഴുകി വെക്കാറില്ലേ എന്ന് ചോദിക്കൂ. അപ്പോൾ കഴുകി വെക്കാറില്ല, കാരണം മകളാണ് കഴുകി വെക്കാറ്. എനിക്ക് ഒന്നിൻ്റെ സ്മെല്ല് പിടിക്കുന്നില്ല, ഈ ഫുഡിൻ്റെ സ്മെല്ല്, അതേപോലെ പാത്രം കഴുകുന്ന ലിക്വിഡിൻ്റെ സ്മെല്ല്, ഇതൊന്നും എനിക്ക് പിടിക്കുന്നില്ല. ഏകദേശം ഒരു ഗർഭിണി ലുക്കാണ് ഇപ്പം നിലവിൽ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പാത്രങ്ങൾ അങ്ങനെയൊന്നും ഞാൻ കഴുകാറില്ല. ഒന്നെങ്കിൽ മകള് അല്ലെങ്കിൽ അരുണിൻ്റെ അമ്മയാണ് കഴുകാറ്. ക്യാമറമാൻ വേണു പറയുന്നുണ്ട് ഞാനേന്നല്ലേ. അപ്പൊ ഇവരൊക്കെ കേട്ടോ കഴുകാറ്. അപ്പൊ നിങ്ങള് കുട്ടികളെ കൊണ്ടൊക്കെ കഴിക്കാവുമല്ലോ, കുട്ടികളെ കൊണ്ട് കഴിച്ചാൽ എന്താകും അപ്പം. അപ്പോൾ അതാണ് സംഭവം. ചായ ഇട്ടേക്കട്ടെ. പറഞ്ഞു കേട്ടു എൻ്റെ ഇപ്പം മറ്റേ ഷാജി എങ്ങാന് ഏതാണ്ട് ഒരു മോനെ പഞ്ചസാര മേടിക്കണ്ടായിരുന്നു. നമുക്ക് പോയപ്പോ ഒന്ന് മേടിച്ചുകൂടായിരുന്നു. ഗായ്സ് പഞ്ചസാര കഴിഞ്ഞു ഗായ്സ്. ഇതിന്റെ താഴെ കമന്റ് ഇടൂ, ജെസ്സിയുടെ വീട്ടിൽ പഞ്ചസാര പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടൂ. പഞ്ചസാര കഴിഞ്ഞു ഗായ്സ്. എനിക്ക് വാങ്ങിക്കണേ. ഞാൻ പറഞ്ഞു വന്നത്, ഷാജി എന്ന് പറഞ്ഞ യൂട്യൂബർ ഏതാണ്ട് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പോലും. അപ്പൊ അലൂമിനിയം പാത്രത്തില് ഫുഡ് കഴിച്ചിട്ട് കുറെ ആൾക്കാർ കുരിശ് കയറ്റിയ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നെ കുരിശ് കയറ്റാൻ വരുന്നവരുണ്ടെങ്കിൽ ഗ്യാസ് കൊണ്ട് പോയിട്ടോ. അപ്പൊ ഈ പാത്രത്തിൻ്റെതൊക്കെ ഉണക്കുന്ന ആൾക്കാർ പോയി മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അല്ലാതെ വെറുതെ പറഞ്ഞു തിന്നിട്ട് കാര്യമില്ല. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് താടെ ഹോട്ടലിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ പുറത്തായിട്ടോ ഇവിടെ ഈ ഒരു വീട്ടിൽ കുക്ക് ചെയ്തിട്ട്. പക്ഷെ ചപ്പാത്തി, ഹാഫ് കുക്ക് ചപ്പാത്തിയൊക്കെ വാങ്ങിയിട്ട് മക്കള് ചുട്ടിട്ട് എനിക്ക് തരും കേട്ടോ എന്ന് പറയുന്നതിനെന്താ. പക്ഷെ ഞാനായിട്ട് കുക്ക് ചെയ്യാറില്ല, കാരണം ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു അവസ്ഥയായതുകൊണ്ടാണ്. എന്താ പോലെ പത്തിരിയാണ് ഗൈസ്, പൊരിച്ച പത്തിരി. അതിനൊക്കെ താഴെ കമന്റ് ഇടുന്നുണ്ടോ. ഇതെന്ത് കറിയാ? പത്തിരിയും അയില പൊരിച്ചതും. പിന്നെ ഉച്ചക്കേക്ക് ചോറ് എൻ്റെ ഉമ്മ അരുണിൻ്റെ കയ്യിൽ കൊടുത്തയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉച്ചക്കേക്കുള്ള ചോറേക്ക് അത് എൻ്റെ ഉമ്മ കൊടുത്തയക്കും. രാത്രിയേക്കുള്ള ഫുഡ് അരുണിൻ്റെ അമ്മയും അച്ഛനും കൊണ്ടുപോകും. അങ്ങനെയാണ് ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. അപ്പൊ ചായയും റെഡിയായി. അപ്പൊ പത്തിരിയും മീൻ പൊരിച്ചതും ചായയുമാണ്. മുട്ടക്കറിയുണ്ടല്ലേ? കോഴിട്ടാ. ഞങ്ങൾ ഇന്നാ മെല്ലെ കഴിക്കാൻ നോക്കട്ടെ. പിന്നെ ഉത്തരാവുണ്ണിയെ 3 പ്ലേറ്റ് ഉണ്ട് കേട്ടോ. ഉത്തരാവുണ്ണിയെ ഒറ്റ പ്ലേറ്റ് മാത്രമല്ലേ ഉള്ളത്. എനിക്കിപ്പോ പേടിയാണ് ഗായ്സ്. ആ ഉത്തരാവുണ്ണി എന്ന് പറയുന്ന അമ്മശ്കീന. കാരണം അമ്മശ്കി പറയുന്നത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാറില്ല എന്നാണ്. എൻ്റെ മോനൊരു സൈക്കിള് എൻ്റെ മറ്റേ ട്യൂബ് ഉണ്ടല്ലോ, അല്ല കാറ്റടിക്കുന്ന ആ പമ്പ് ഉണ്ടല്ലോ, അതൊന്നും നിലവിലുണ്ട്. അപ്പോൾ ഉച്ചക്ക് അവൻ കാറ്റടിക്കും, രാവിലെ അവൻ കാറ്റടിക്കും. അങ്ങനെ കേട്ടോ ഉത്തരാവുണ്ണി എൻ്റെ പിള്ളേർ ജീവിച്ചു പോകുന്നത്. അത് ഉത്തരാവുണ്ണിയോട് പ്രത്യേകിച്ച് പറയാണ്. അപ്പം ഇതൊന്നും ഞങ്ങൾ കഴിച്ചോട്ടെ. പിള്ളേർക്ക് വരണം എന്നുണ്ടെങ്കിൽ ക്യാമറ ഓഫ് ആക്കണം.
അതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. പത്തിരിയാണ്, മീൻ പൊരിച്ചതാണ്, മീൻകറിയുണ്ട്, മുട്ടക്കറിയുണ്ട്, ചായ ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം ഇതൊന്ന് കഴിച്ചാട്ടെ. ബാക്കി വിശേഷം പിന്നീട്. അലക്കാനുള്ളത് മിഷനിലേക്ക് ഇടുകയാണ് ഗൈസ്. എന്താണ് വേണു? സബത ഉണ്ടാക്കുന്ന എന്താ വേണു? അപ്പം അശ്വൻ അവിടെ തിരുമ്പിക്കൊണ്ടിരിക്കട്ടെ. അപ്പം ഞാൻ പോയിട്ട് കുളിക്കുകയും ചെയ്യട്ടെ കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞു ഗൈസ്. ഇനി കുളി കഴിഞ്ഞാൽ ആദ്യം തന്നെ നവരത്ന എടുത്തിട്ട് ആട്ടുമുത്തണം. കുളിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ നവരത്ന ഇങ്ങനെ തലയിൽ തേച്ചിടും. കാരണം തലക്ക് തണുപ്പ് കിട്ടുമ്പോൾ മൈഗ്രെയിൻ ഒരുപാട് ശമനം ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ കുളിയാണ് കഴിഞ്ഞ് അടുത്ത ഗുളിക കുടിക്കണം, വരയ്ക്കാനിരിക്കണം. ഇതാണ് എൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഒരു ദിവസത്തെ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊരു പടം. ആശാത്തി എനിക്ക് അവിടെ കുത്തിരിക്കാനുള്ളത്. പിന്നെ പെയിൻ്റ് എടുത്ത് കാണാൻ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെക്ക് ഗൈസ്. കുറച്ചൊന്നുമല്ല കേട്ടോ, എനിക്ക് 4-ാം തീയതിക്ക് ശേഷവും 5-ാം തീയതിക്ക് ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെഡിസിൻ ഉണ്ട്. രാവിലെ വന്ന് ഗുളികൻ്റെ മുകളിൽ നിൽക്കുന്നത് ഗൈസ്. വയസ്സ് ഇമ്മിണി കുറേ ആയി. എന്നാലും ഈ ഉത്തരനെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്നെ കുഞ്ഞെ പൊണ്ണിനൊക്കെയാണ് വിളിക്കുക. എന്ത് ചെയ്യാനാണ് ഗൈസ്. എൻ്റെ മോൻ ഉത്തരനെ പറയുന്നത് അന്നാ പോന് കല്യാണം. ഈ ഗുളിക ഉണ്ടല്ലോ കുഞ്ഞു കേൾക്കുന്നുണ്ടോ അല്ലോ. അപ്പം 2 ഗുളികയാണ് രാവിലത്തേത് വിഴുങ്ങാനുള്ളത്. ഇതൊക്കെ അരുണിൻ്റെ പണിയാട്ടോ, ബോക്സിലാക്കി വെക്കുക എന്നുള്ളത്. ഇനി ഒന്ന് കൈ കഴുകി വരട്ടെ. നവരത്ന കൈമലായതാണ്. ഇനി വരയ്ക്കാനിരിക്കാൻ പോവാണ്. ഇന്നലെ വരച്ചു വെച്ച ഫോട്ടോ ആണിത്. അപ്പം ഇന്നത്തെ വർക്ക് ഇതിൻ്റെ മുകളിലാണ്. ഇങ്ങനെ വെച്ചാലേ അങ്ങനെ കാണുള്ളൂ. അപ്പോൾ ഞാൻ അപ്പം ഞാൻ മെല്ലെ വർക്ക് ചെയ്യാൻ തുടങ്ങട്ടെ. കുറച്ച് വേണേ നിങ്ങൾ കണ്ടോളി. കാരണം ഈ പാലക്കലിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഞാനല്ല വരയ്ക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ലേശം നിങ്ങൾ കണ്ടോളി. അപ്പോൾ ഇത് കമൻറ്റ് വരും, ഫസ്റ്റ് തൊട്ടേ വരയ്ക്കുന്നത് ഇടടി എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് തൊട്ടേ വരയ്ക്കുന്നത് യൂട്യൂബിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇനിയിപ്പം സമയം എന്തായി മോളെ, ഫോൺ കൊട്ടെടുക്ക്.
12 മണിയാവാനായി, 11:52. ഇനി ഇവിടുന്ന് എപ്പോഴാണ് എഴുന്നേൽക്കുക എന്നുള്ളത് തമ്പുരാൻ അറിയുന്നൊരു സംഭവമാണ്. അപ്പോൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. കാരണം ഈ ഒരു ഫോട്ടോ മാത്രമല്ല എനിക്ക് ചെയ്യാനുള്ളത്, 4 എണ്ണം ഒരുമിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നിൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഉടനെ മറ്റതിൻ്റെ തുടങ്ങും. എനിക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ആയിട്ട് കൊറിയർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഷടപടേന്ന് പറഞ്ഞിട്ട് വർക്ക് അങ്ങോട്ട് ആരംഭിക്കും. പിന്നെ പല പുള്ളമാരും പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ മത്സ്യമാംസാദികൾ കൂട്ടിയിട്ട് കുളിക്കാതെയാണ് ചിത്രം വരയ്ക്കാൻ ഇരിക്കാറ് എന്ന്. എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഫസ്റ്റിലിട്ടോ ഞാൻ വര തുടങ്ങിയ പാടിക്ക് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. ഉള്ളത് പോണം പറയുന്നതിന് എന്താ, വെറുതെ തള്ളിയിട്ട് കാര്യമില്ലല്ലോ. എനിക്കതൊന്നും അറിയില്ലായിരുന്നു. പിന്നെ അത് എന്നോട് എല്ലാവരും പറഞ്ഞു തന്നു, എനിക്കതൊരു ദൈവം അല്ല, ഫോട്ടോ മാത്രമാണെങ്കിൽ മറ്റൊരാളുടെ കയ്യിലെത്തുമ്പോൾ അതൊരു ദൈവമായി മാറും. അതുകൊണ്ട് അതിൻ്റേതായ വൃത്തിക്ക് വേണം വരയ്ക്കാൻ എന്നുള്ളതും, അതേപോലെ പീരീഡ്സിൻ്റെ സമയത്ത് വരയ്ക്കരുത് എന്നുള്ളതും. അപ്പം അന്ന് തൊട്ടിട്ട് ഈ ഒരു കാര്യങ്ങൾ നിലനിർത്തിയിട്ടാട്ടോ പോകുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്ന സംഭവം വിട്ടുമാറാത്തത്. കാരണം വീട്ടിൽ ഇറച്ചിയും മീനുമായിട്ട് എന്തെങ്കിലും വേണം പിള്ളേർക്ക്. അപ്പോൾ ഈ ഇറച്ചിയും മീനും കൂട്ടിയാൽ പിന്നെയും കുളിക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എന്താക്കും, ഭക്ഷണം സ്കിപ്പ് ചെയ്താളും. അതുകൊണ്ട് മൈഗ്രെയിൻ പോവാത്ത ഒരു സാഹചര്യം നിലവിൽ എനിക്കുള്ളത്. അതാണ് സംഭവം. ഞാൻ പിന്നെ മെല്ലെ ഇത് ചെയ്യട്ടെ. ഇത് ഇങ്ങനെ നിന്നാൽ നിങ്ങൾക്കും ബോറടിക്കും, എൻ്റെ ക്യാമറാമാൻ വേണുവിനും ബോറടിക്കും. അതുകൊണ്ട് ബാക്കി ഇവിടെ എഴുന്നേൽക്കുന്ന സമയം തൊട്ടിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ഏകദേശം അവസാനിച്ചു. ഒന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ 4 എണ്ണം ഒരുമിച്ച് ചെയ്യാണ് നേരത്തെ ഉണ്ടാക്കുന്നത്. ഡോട്ടൊക്കെ ഇട്ട് വെച്ചു. പിന്നെ പെയിൻറ്റ് ചെയ്യാനുള്ളതൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി കോഴിക്കോട് പോവുകയാണ്. അതിൻ്റെ മുമ്പ് ഫുഡ് കഴിക്കണം. അരുൺ ഇതുവരെ എത്തിയിട്ടില്ല. അരുണിൻ്റെ കയ്യിലാണ് ഫുഡ് നിലവിലുള്ളത്. ഞാൻ പറഞ്ഞ എൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയക്കാണ് ഫുഡ്. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു. ഇതിനി ഉണങ്ങണം. ഇതിൻ്റെ ബാക്കി വന്നിട്ട് വേണം എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോഴിക്കോട് പോകാനുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് തൽക്കാലത്തേക്ക് ഇപ്പം ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. സമയം എന്തായി മോനെ? എന്തൊക്കെയാ സമയം? 2:32. 2:30 സമയം. 12 മണിക്ക് ഇരുന്നത് 2.5 മണിക്കൂർ അതേ ഇരുന്നതാണ്. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഓക്കെ, അങ്ങനെ ഫുഡ് എത്തിയിട്ടുണ്ട്. അശനെ അരുണിനെ ഇനി മേല കാണരുത് എന്ന് കമന്റ് ഇട്ട ആൾക്കാർ ദേ പെട്ടിയും പ്രമാണവും എടുത്തിട്ടത് ദേ വരുന്ന ചോറില്ലേ അതിൻ്റെ ഇതിനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. ഓനാർക്ക് വേണം. ഇനി കുറച്ച് ആൾക്കാരോട് അരുണിന് മേല കാണരുത് എന്ന് പറഞ്ഞു. അവന് പെട്ടിയും പ്രമാണവും എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, വല്ല കോഴിമുട്ടയിലും കൂടോത്രം ചെയ്യണം എന്നാൽ മാത്രമേ പോവുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഇനി ചോറ് കഴിച്ചാൽ കേട്ടോ. അങ്ങനെ ഉമ്മ ചോറ് കൊടുത്തോട്ടിട്ടുണ്ട് ഗൈസ്. എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ചോറ്, ക്യാബേജ് ഉപ്പേരി, ഇത് കോഴിക്കറിയാണ് കേട്ടോ. കുറച്ച് കറി തൂരി,
ഉള്ളത് ചമ്മന്തി ഉണ്ട്. കപ്പയുണ്ട്, തപ്പിയൊക്ക. ചിക്കൻ പൊരിച്ചത്, ഇതെന്തോ മീൻ പൊരിച്ചത്. അപ്പോൾ മീൻ പൊരിച്ചത്, ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി, ചമ്മന്തി, ഉപ്പേരി, പൂള പുഴുങ്ങിയത്, എന്ന് വെച്ചാൽ കപ്പ പുഴുങ്ങിയത്. ഇത്രയും സംഭവങ്ങൾ ഐറ്റംസ് ആണ് ഉമ്മ കൊടുത്തു വെച്ചത്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ഇവർ കഴിച്ചോട്ടെ. എനിക്കിപ്പോൾ തൽക്കാലം വേണ്ട, കഴിക്കാനുള്ള ജോലിയില്ല, ഞാൻ കഴിക്കുന്നില്ല. അപ്പം ഇവർ ഇതൊക്കെ ഒന്ന് കഴിച്ചോട്ടെ, എന്നിട്ട് വേണം കോഴിക്കോടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് മോനെ. 3 items ആണ് ഉച്ചയ്ക്കുള്ള വിഭവം. മമ്മി എന്ന് പറയുന്നത് അമ്മയേക്കാൾ വലിയ പുരളി മറ്റാരുമില്ല ഗായ്സ്. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഓക്കെ, ടാറ്റാ. അങ്ങനെ ഗായ്സ് കോഴിക്കോടേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രെയിം എടുക്കണം, ഷീറ്റ് എടുക്കണം, പെയിൻറ് മേടിക്കണം. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ എന്താ ഏതോ ഒരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാനും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. അരുണ് വന്നിട്ട് ലൈവ് ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ സുരേഷ് ഗോപി കളിച്ച് അവനങ്ങ് പോയി. ദേ വന്നു, ധാ പോയി എന്ന് പറഞ്ഞിട്ട് അവനിതേ അങ്ങ് പോയി. അവന് വയനാട്ടിൽ എവിടെയോ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ലൈവ് ഇടാനും പറ്റിയില്ല. ഓനും വേഗം വന്ന് കുളിച്ച് ഫ്രഷായി ഫുഡ് പോലും കഴിക്കാണ്ട് അവനങ്ങ് പോയി. അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഇതൊക്കെ ചെയ്യട്ടെ. ഓനില്ലാത്തതുകൊണ്ട് ഡ്രൈവർ ഡ്യൂട്ടി എനിക്കടെ. അവനുണ്ടേ സുഖമാണ്, വണ്ടി ഓനങ്ങ് ഓടിച്ചോളും. ഇല്ലെങ്കിൽ ഞാൻ കിടന്ന് പെടും ഗൈസ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ കോഴിക്കോടേക്ക് പോവുകയാണ് ഗൈസ്. അരുണില്ലാത്തൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നതാണ്. അവനെ കണ്ട പിന്നെ സ്റ്റിയറിങ് തൊടാൻ ഏച്ചാതി മടിയാന്നറിയോ. ഓൾറെഡി വണ്ടി ഓടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പൊന്നാര മുന്നേ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചുകൂടാ നിനക്ക്? ഓരോരോ വാണങ്ങൾ ആന്നേ റോഡിൻ്റെ അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ലാത്ത രീതിയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെയാണ് സംഭവം. ഇനി സാധനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കളക്ട് ചെയ്യണം. ഒരുപാട് ഷോപ്പ് കയറി ഇറങ്ങാനുണ്ട്. എന്നാ ചെയ്യാനാടേ, കയറി ഇറങ്ങല്ല തൊഴിപ്പില്ലടേ. അപ്പം അങ്ങനെയാണ്. ഇനി ഓരോരോ ഷോപ്പ് വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണാട്ടോ. ഇത് ഡോറ് ഉണ്ടോ? സാധനം മേടിച്ചു. അവിടെ നിന്ന് ഇറങ്ങി ഞാനൊരു ഗ്യാസ് അടുപ്പും 2 കുക്കറും മേടിച്ചു. ഗ്യാസ് അടുപ്പ് ഉമ്മാക്കാട്ടോ, പൂണൂരമ്മക്കാണ്. കുക്കർ ഒന്ന് എനിക്കും ഒന്ന് അരുണേട്ടൻ്റെ വീട്ടിലോട്ടും. അങ്ങനെ 2 കുക്കറും മേടിച്ചു. ഉള്ളത് പറയാമല്ലോ, ഫസ്റ്റ് ടൈം ഞങ്ങളിവിടെ വന്ന സമയത്ത് നല്ല സർവീസായിരുന്നു. സെക്കൻഡ് ടൈം വന്ന സമയത്ത് മൊയന്ത പോലത്തെ ഒരു ചങ്ങായി, വളരെ മോശമായിട്ടുള്ള സർവീസ്. ആദ്യം ഭയങ്കര സർവീസൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്നത്തോടെ കൂടെ മതിയായിപ്പോയി. മൊയന്ത കളിയാണ് കളിച്ചു കൂട്ടുന്നത്. ഏതായാലും
സാധനങ്ങൾ എടുത്ത് ഇനി അടുത്തത് ഫ്രെയിം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നിട്ട് വേണം ഷീറ്റും പെയിൻറ്റും എടുക്കാൻ. എന്നിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ. ഇത്രയും കാര്യങ്ങളാണ് ഇനി ബാലൻസ് കിടക്കുന്നത്. ഓക്കെ, അവിടെ പോയി ബോർഡ് അത് ഇടുക്കിയിൽ വെക്കാം. ഫ്രെയിം എടുത്ത് കഴിഞ്ഞു, ഷീറ്റ് എടുക്കാൻ പോവാണ്. ഗൈസ്, പെട്രോൾ അടിക്കാൻ മറന്നുപോയി. ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 40 കിലോമീറ്റർ പോകുമെന്നാണ് കമ്പനി പറയുന്നത്. ഏതായാലും കമ്പനി പറയുന്നത് സത്യമാണോ അല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് തപ്പി പിടിക്കാം. അടുത്ത പമ്പ് എനിക്ക് പൊതിച്ച് എവിടെയാ വരിക എന്ന് വെച്ചാൽ അവിടെ നിന്നാണ് ഞാൻ അടിക്കുക. ചിലപ്പോൾ കിടന്ന് തള്ളേണ്ടി വരും. ആ തള്ളു കാണാൻ നിങ്ങളും വരണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഓക്കെ, ഒരു ഫോൺ അടുത്ത പ്രാവശ്യം വരുമ്പോ അത് മാറ്റി തരണേ. ഇപ്പൊ ഞാൻ അത് കൊണ്ടുപോവാ. അടുത്ത ഇവിടെ നിന്നോ. എന്താ ആള് മാറിയത്? അങ്ങനെ വന്ന കാര്യങ്ങളൊക്കെ നടന്നു പോട്ടെ ചേട്ടാ. പോട്ടെ മോനെ, ഇവിടെ വണ്ടി ഉണ്ട്. ചിലർ ഭയങ്കര മൊയന്തകളായിട്ടാട്ടോ സത്യം പറയാച്ചാല് വണ്ടി ഓടിക്കുക. പിന്നെ ഈ നമ്മുടെ മന്ത്രി പറഞ്ഞത് ശരിയാ, വണ്ടി കിട്ടിയിട്ട് കാര്യമില്ല, കൈകാര്യം ചെയ്യാനും കൂടി പഠിക്കണം. അത് സത്യമാ. ചിലത് മന്ദബുദ്ധി കളികളായിരിക്കും. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു. ഇനി നേരെ വീട്ടിലോട്ട്. അവിടെ ഗേറ്റയുടെ വയറ്റി വണ്ടി യൂട്ടേൺ അടിച്ചിട്ട് തിരിച്ചിങ്ങനെ കറങ്ങിയിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇനി ഒരു ചായ കുടിക്കണം. ചായ മേടിച്ചു കൊടുത്തിട്ടില്ലേ മോശല്ലേ എന്ന് വിചാരിച്ചിട്ടില്ലേ? ആണോ? ഷവ ഇല്ലാത്ത വർമ്മയാ. അപ്പോ എന്റെ പൊന്നാര മോനെ, ഇനി ഓരോരോ ഈ പിന്നെ ആഗ്രഹങ്ങൾ പറയല്ലേ. ഉത്തരേന്റെ അടുത്ത കണ്ടന്റ് ആയിരിക്കും. ജസ്നയുടെ മകൻ ഷവർമ്മക്ക് പറഞ്ഞു, ജസ്ന ചെയ്തത് കണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ ഉത്തരാവുണ്ണി അടുത്ത വീഡിയോ ചെയ്യും ഗൈസ്. പിള്ളേര് ഷവർമ്മക്ക് പറയുന്നുണ്ട്, ഞാൻ മേടിച്ചു കൊടുക്കൂലെന്നും പറഞ്ഞിട്ടുണ്ട്. ഉത്തരാവുണ്ണിയെ, മോളെ, കുഞ്ഞെ, വാവേ, പൊന്നെ, മോളിത് കാണണേ, എന്നിട്ട് വീഡിയോ ചെയ്യണം കേട്ടോ. ജസ്ന മക്കൾക്ക് ഷവർമ്മ മേടിച്ചു കൊടുത്തില്ല എന്നിട്ട് അങ്ങനെ തന്നെ തംബ്ലൈൻ ഇടണം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ആരെ പേടിക്കുന്നില്ലെങ്കിലും ഉത്തരാവുണ്ണിനെ പേടിക്കുന്നു ഗൈസ്. അവളുടെ കാമുകൻ അബ്ദുൽ ലത്തീഫിനെ പേടിക്കുന്നു ഗൈസ്. അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ. ഒരു ചേട്ടൻ കുടിക്കണേ, എനിക്ക് വയറ്റിന്ന് തന്തക്കും തള്ളക്കും വിളിക്കുന്നു. അരുണും ചോറ് കഴിച്ചിട്ടില്ല, ഞാനും ചോറ് കഴിച്ചിട്ടില്ല. അരുണിനുള്ള ദേഷ്യം കൊണ്ടൊന്നല്ല കേട്ടോ. അപ്പം എനിക്ക് വലിയ വിശപ്പില്ലായിരുന്നു. ഇനി വീട്ടിലെത്തിയിട്ട് വേണം ഞമ്മടിക്കാൻ.
അതും എൻ്റെ കുട്ടികൾക്ക് കൊടുക്കാതെ കേട്ടോ ഉത്തര ഉണ്ണിയെ. അപ്പോൾ ഫസ്റ്റാണ് ഈ വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ഈ ആരാണ് ഈ ഉത്തര ഉണ്ണി എന്നുള്ളതും കൂടിയും ഞാൻ പറഞ്ഞു തരാം. ഒരു യൂട്യൂബർ, എന്നിട്ട് ആ യൂട്യൂബർ പറഞ്ഞ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ലടേ, പട്ടിണിക്കിടുകയാണല്ലേ പോലും, എൻ്റെ മക്കള് പട്ടിണി കിടക്കുകയാണ് പോലും. എന്നാലോ ഈ ഉത്തര ഉണ്ണിക്ക് റേഷൻ കിട്ടുന്ന സമയത്ത് 1 കിലോ അരി ഞങ്ങൾക്ക് കൊണ്ടുത്തരിക, അത് ചെയ്യാറില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയൊരു ചായക്കട കാണട്ടെ, ചായക്കടയിൽ നിർത്തണം, എന്നിട്ട് ചായ കുടിക്കണം. ഓക്കെ ഓക്കെ ഗായ്സ്, ഓക്കെ സഞ്ജു കാക്ക. ക്യാമറമാൻ വേണു ഓഫാക്കൂ. നല്ല ചൂട് പരിപ്പ് വട, ചൂട് പരിപ്പ് വട, ചായ, സൺസെറ്റും. എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ? അങ്ങനെ ഗൈസ് പമ്പിന്ന് പെട്രോൾ അടിച്ചു. കമ്പനി കള്ളത്തരം പറയില്ലേ അല്ലേ? 40 കിലോമീറ്ററൊന്നും ഓടിയിട്ടില്ലെങ്കിലും ബ്ലിങ്ക് ചെയ്തതിന് ശേഷം ഒരു 10-12 കിലോമീറ്ററോളം ഞാൻ ഓടിയിട്ടുണ്ട്. അപ്പോൾ 12 കിലോമീറ്ററിന്റെ പുറത്ത് എന്തായാലും ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളത് മനസ്സിലായി. അപ്പൊ നമ്മുടെ കമ്പനിയല്ലേ കള്ളത്തരം പറയില്ല എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ കുട്ടിക്ക്. ഏതായാലും പെട്രോൾ അവിടെ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ പെട്രോൾ അടിച്ചിരുന്നു എന്നുള്ള സംശയം പലർക്കും വരികയെ, അതുകൊണ്ടാണ് പിന്നെ പെട്രോൾ അടിച്ചു എന്നുള്ള വിവരം നിങ്ങളെ അറിയിച്ചേക്കാമെന്ന് കരുതിയത്. ഓക്കെ, ഏകദേശം നമ്മള് കൊയിലാണ്ടി എത്തിയിട്ടുണ്ട്. ഒടുക്കമത്തെ ബ്ലോക്കായിരുന്നു. അപ്പോൾ ചിലർക്കുള്ള ഒരു സ്വഭാവമാണ് ഇത്. കാണുന്ന എത്ര ലേഡീസ് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ലേഡീസ് ആണ് വണ്ടി ഓടിക്കുന്നത് എന്ന് കണ്ടാൽ ചില ലവന്മാരൊന്ന് കളിപ്പിക്കാൻ നോക്കും. അപ്പം ഞാൻ മെല്ലെ ലെഫ്റ്റ് സൈഡിൽ കൂടി കയറി പോകുന്നതാട്ടോ. കാരണം ഇവരൊക്കെ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. അവരുടെയൊക്കെ ഗുരു ഡ്രൈവിംഗ് സ്കൂളിലത്തെ മാഷാണെങ്കിൽ എൻ്റെ ഗുരു എൻ്റെ വാപ്പയാണ്. എൻ്റെ ഗുരു എന്ന് പറയുന്നത്, അതേപോലെ സെക്കൻഡ് ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ആശാൻ എന്ന് പറയുന്നത് അരുണേട്ടൻ തന്നെയാണ്. അപ്പം ഞാൻ ഓനെ കുറച്ച് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഓനെ രാജാവിനെന്ത് ക്യൂ എന്നുള്ള രീതിയിൽ വണ്ടി ഓടിക്കുക. കാരണം ഓനെ പറഞ്ഞിട്ട് കാര്യമല്ല, ഓന് ലിമിറ്റഡ് ഓടിച്ച് ശീലമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഓന് ആ ഒരു ലെവലിൽ അങ്ങ് പോകുന്നതാണ്. ഞാൻ പലപ്പോഴും ഓനോട് പറയലുണ്ട്, കാറിന്റെ ഹോൺ അമർത്തി പിടിച്ചാൽ ആരും സൈഡ് തരൂല, പക്ഷെ നേരെ മറിച്ച് ബസ്സിന്റെ ഹോൺ അമർത്തി പിടിച്ചാൽ നിനക്ക് സൈഡ് തരൂ എന്ന് വിചാരിച്ച് നീ കാറിന്റെ ഹോൺ അമർത്തി പിടിക്കരുതെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. പക്ഷെ അവനെ കണ്ട് കുറേ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പറഞ്ഞത് പോണം, ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടിയ ഒരു പെൺകുട്ടികൾ അങ്ങനെ ഓടിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് കാണുമ്പോൾ ചില കളിപ്പിക്കാൻ വരുന്ന ചില ചെങ്ങായിമാരുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? തട്ടിയ ഇൻഷുറൻസ് എന്നാലും വിട്ടുകൊടുക്കൂല എന്നുള്ള ഒരു ചിന്താഗതിക്കാരിയാണ്. എന്നിട്ട് അരുണിന്റെ കൂടെ പോകുമ്പോൾ അരുണ് പലപ്പോഴും പറയുന്നൊരു സംഭവമാണ്, പിന്നെ ഇതൊന്നും കണ്ടു പഠിക്കാൻ നിൽക്കരുത്. അതേപോലെയുള്ള ഒരു സംഭവമാണ് ഗൈസ്. ഈ ജന്തു ക്ലച്ചിന്റെ മുകളിൽ നിന്ന് കാലെടുക്കൂല, ക്ലച്ചിന്റെ മുകളിൽ അവിടെ കാല് വെച്ചുകൊണ്ട് നിൽക്കും. അത് പണ്ടേ കണ്ട് പഠിച്ച് ഞാനും ക്ലച്ചിന്റെ മുകളിൽ നിന്ന് കാലെടുക്കൂല. എന്ന് വെച്ചാല് ക്ലച്ച് അമർത്തി പിടിച്ചിട്ടല്ല കേട്ടോ പോവുക, ജസ്റ്റ് ക്ലച്ചിന്റെ തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാലവിടെ വെച്ചേക്കും. അവിടുന്ന് കാല് മാറ്റിയേ ചെയ്യൂല. ഞാൻ അവനെ കണ്ട് പഠിച്ചതാണ്. പക്ഷെ ഇപ്പൊ അവൻ എന്നിട്ട് മാറ്റും. ഞാൻ പറയും, നീ ഇപ്പം മാറ്റിയിട്ട് കാര്യമല്ല, നീ പണ്ട് മാറ്റേണ്ടി. പണ്ട് മാറ്റിയാൽ പലരും പറയും ക്ലച്ച് തേഞ്ഞു പോവും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ക്ലച്ച് തേഞ്ഞു പോകാൻ ക്ലച്ചിന് നമ്മൾ ബലം കൊടുക്കുന്നില്ലല്ലോ. ബലം കൊടുത്താലാണല്ലോ ക്ലച്ച് തേഞ്ഞു പോവും എന്ന് പറയാനുള്ളത്.
പക്ഷെ പലരും എന്നോട് പറയും ക്ലച്ചിൻ്റെ മുകളിൽ അങ്ങനെ കാല് വെച്ചിട്ട് പോകരുത്. പക്ഷെ എൻ്റെ കോൺഫിഡൻറ്റ് എന്ന് പറയുന്നത് ക്ലച്ചിൻ്റെ മുകളിൽ കാല് വെച്ചിട്ട് പോകുന്ന സമയത്താട്ടോ. അത് ആ ജന്തുവിൻ്റെ അത് കണ്ട് പഠിച്ച് പോയൊരു സംഭവമാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആശാനതാ, ഗുരുവാപ്പയാണെങ്കിൽ ആശാൻ അരുണേട്ടനാണ്. അപ്പോൾ എന്നിട്ട് ഇതിപ്പോൾ പറഞ്ഞ എന്താ വെച്ചാൽ, ബ്ലോക്ക് കൂടിയ വണ്ടി ഓടിച്ച് വരുമ്പോൾ 2-3 ഇട്ട് മെനക്കെടത്തി നോക്കിയേക്ക് തന്നെ. പക്ഷെ ഞാൻ ഒറ്റ കാര്യം ചിന്തിച്ചിട്ടുള്ളൂ, തട്ടിയ ഇൻഷുറൻസ്. കാരണം ഇവരെന്താന്ന് വെച്ചാൽ, ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൂടി കയറ്റി കൊണ്ടുപോകുകയാണല്ലോ. അത് കാണുമ്പോൾ ചില ലവന്മാർക്കൊരു കുരു പൊട്ടാനുണ്ട്. കാരണം ലെഫ്റ്റ് സൈഡിൽ കൂടിയൊക്കെ തല തിരിഞ്ഞിട്ടാണല്ലോ കൊണ്ടുപോകുക. ഏതായാലും അരുണേട്ടനെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഉപകാരമുണ്ട്. അരുണേട്ടനെ കണ്ടിട്ട് വല്ലാണ്ട് ഇമിറ്റേറ്റ് ചെയ്യും കേട്ടോ ഞാൻ വാഹനത്തിൻ്റെ കാര്യത്തിൽ. പക്ഷെ എന്നാലും അവൻ പറയും എന്നെ ഇമിറ്റേറ്റ് ചെയ്യരുത്, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ. പക്ഷെ ഓൾറെഡി ഞാൻ ചെയ്തു പോകും. ആ ഒരു വിവരങ്ങളോട് പറയണം എന്ന് കരുതി. ഏതായാലും നമ്മൾ നമ്മുടെ 60 കോടിയുടെ വില്ലയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് പോയത് 60 കോടിയുടെ വില്ലയിൽ. വരുന്ന വഴിക്ക് എനിക്ക് പൊതുവേ അരുണിനോട് ദേഷ്യമാണ്. അതിൻ്റെ കൂടെ കഴിഞ്ഞ 18-ാം തീയതി കഴിഞ്ഞല്ലോ നമ്മൾ ഗുരുവായൂർ പോയത്. അപ്പോൾ അന്നത്തെ ദിവസം ഇവൻ വണ്ടി കഴുകിക്ക്. അപ്പം ഞാൻ വിചാരിച്ച് വൈപ്പറിൻ്റെ അകത്ത് വെള്ളമില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് വണ്ടി കഴുകിയപ്പോൾ ഇവനും വൈപ്പറിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും എന്ന് കരുതി. പക്ഷേ ഇവന് വൈപ്പറിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചില്ല. അപ്പം ഇന്ന് ഞാൻ വൈപ്പറിൻ്റെ മുകളിൽ, എനിക്ക് ഗ്ലാസിൻ്റെ മുകളിൽ പൊടിയുണ്ട്, വണ്ടി ഓടിച്ചുകൂടാ. ഞാൻ അറിയാണ്ട് വൈപ്പർ അങ്ങോട്ടും പോയി. ആ ഒരിച്ച വര അതേപോലെ അവിടെ. പിന്നെ ഓനോടുള്ള ദേഷ്യം കൂടാനായി പിന്നെ ഓനെ വിളിച്ച് എനിക്ക് പറ്റുന്നത്രയും മുഴുവനോ ഞാൻ വിളിച്ച് വൈപ്പറിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചില്ലാൻ പറഞ്ഞു. ഇങ്ങോട്ട് തന്നെ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കിയിട്ടൊന്ന് ഒഴിച്ചാൽ പോരാന്ന് ചോദിച്ച്. അതിനെനിക്ക് മടി. ഞാൻ പമ്പ് കയറ്റിയപ്പോൾ ഒന്നും ഞാൻ ഒഴിച്ചില്ല. ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് ഇങ്ങ് എത്തട്ടേന്ന്. എനിക്ക് ഗ്ലാസിൻ്റെ മുകളിൽ ഒരു സംഭവം ഉണ്ടായാൽ എനിക്ക് ഭയങ്കര മെനക്കെടാം. അപ്പോൾ ഏതായാലും വീട്ടിലെത്തിട്ടോ. ഓക്കെ. ഓ എൻ്റെ അമ്മ ഗൈസ്, ഇന്നത്തെ ഒരു ദിവസം ഉണ്ടല്ലോ, ഏകദേശം 25,000 രൂപയുടെ പുറത്ത് ഇന്നൊരു ദിവസം ചിലവാക്കി വരുന്ന വരുത്താണ് ഗൈസ് ഈ ഒരു വരുത്ത്. കാരണം എനിക്ക് ഈ സാധനം എടുക്കാൻ പോവാന്ന് പറയുന്നത് ചില്ലറ പൈസയൊന്നും പോരാ. അപ്പം മിനിമം ഒരു 25,000 എങ്കിലും ഞാൻ ഇന്ന് പൊട്ടിച്ചിട്ടുണ്ടാവും. ഉള്ളത് പറഞ്ഞാൽ എന്താ, ഇതാണ് നമ്മൾ മേടിച്ച കുക്കർ. ഒന്ന് ഇങ്ങോട്ടാണ്, ഒന്ന് അരുണിൻ്റെ വീട്ടിലോട്ടാണ്. അരുണിൻ്റെ അമ്മക്ക് വാങ്ങി കൊടുക്കുന്നത്. പിന്നെ ഇതാണ് നമ്മൾ മേടിച്ച അടുപ്പ്. ഇത് ഉമ്മാക്കാട്ടോ, സോഫിയക്ക്. ഇതാണ് ഇന്ന് മേടിച്ച പെയിന്റ്. അമ്മ കാണിച്ചു കൊടുത്ത് അത് തിരിച്ച് റിട്ടേൺ കൊടുക്കണം. അത് ഒരു ഫ്രെയിമിൻ്റെ മുകളിൽ ചെറിയൊരു സ്ക്രാച്ച് വീണിട്ട് നമുക്ക് വേണേൽ അതെടുത്ത് ഞാൻ ഫ്രെയിം ചെയ്ത് കൊടുത്തയക്കാം. കൊറിയറുകാരോട് പറ്റിയതാന്ന് പറയാം. പക്ഷെ ഞാനത് ചെയ്യാറില്ല. അത് തിരിച്ച് ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കൊടുത്താൽ ഒരു വേറെ എനിക്ക് മാറ്റിത്തരും. അപ്പം ഇന്നത്തെ പർച്ചേസിങ് ഇതേ സാധനങ്ങളാണ് വാങ്ങി കൊടുക്കുന്നത്. നേരത്തെ പോയി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാതെയാ പോയത്. അപ്പം തിരിച്ചു വന്ന് നോക്കുമ്പം ഡാഡിക്കും മമ്മിക്കും വിളിക്കുന്ന വയറ്. അപ്പം അതേ നല്ല ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ്റെ ലിവർ ഉണ്ടല്ലോ, ലിവറുണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, ക്യാബേജ് ഉപ്പേരി ഉണ്ട്, മത്തി പൊരിച്ചതുണ്ട്, ചമ്മന്തി പൊരിച്ചതുണ്ട്,
കാണുന്നുണ്ടോ മോനെല്ലാം? നല്ല വ്യക്തമായിട്ടും ശക്തമായിട്ടും കാണുന്നുണ്ടോ? അപ്പം ഞാൻ വിചാരിച്ചു ചോറ് കഴിക്കാം. ചോറ് കഴിച്ചിട്ട് എന്നിട്ട് വേണം കുളിച്ചിട്ട് വരയ്ക്കാനിരിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരെയും കൊതിപ്പിക്കാനായിട്ട് വീണ്ടും വന്നു. അപ്പം ഉച്ചക്ക് തിന്നാത്തോണ്ട് ഇനി രാത്രി തിന്നുമെന്നുള്ള സംശയം കേട്ടോ. ഇപ്പം സമയം 8 മണി അങ്ങനായി. ഈ അമ്മയും അച്ഛനും ചോറ് കൊണ്ടുവരുന്നുണ്ടാവും. ഇവിടെ ഓൾറെഡി ചോറും പൂള പുഴുങ്ങിയത്, കപ്പ പുഴുങ്ങിയതുണ്ടല്ലോ ഒക്കെ ഉണ്ട്. ആര് തിന്നറിയില്ല. ഞങ്ങൾ 3 ആളുകളുള്ളത്. പക്ഷേ ഫുഡ് വേസ്റ്റ് ആക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ പലപ്പോഴും ഇവിടെ ഫുഡ് പല സാഹചര്യങ്ങൾ കൊണ്ട് കിട്ടാണ്ട് പട്ടിണി എടുക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഫുഡ് മേടിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, വർക്കുള്ളത് കൊണ്ട് എനിക്ക് അടുക്കളയിൽ കയറാൻ പറ്റാണ്ടെന്ന്. പിള്ളേർ ക്ലാസ്സിൽ പോയതായാൽ പിന്നെ ഞാൻ ഇവർ വരുമ്പോഴേക്കാണ് ചോറൊക്കെ ആക്കി വെക്കല്. അപ്പം പല സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ ഇവിടെ പട്ടിണി കിടക്കാറുണ്ട്. അപ്പം എനിക്ക് ഫുഡ് ഇട്ടാളുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ലിവറിൻ്റെ ഭക്ഷണം ഒക്കെ കൂട്ടിയിട്ട് തിന്നാം. അപ്പം ഞാനിത് ഫിനിഷ് ചെയ്യട്ടെ. അപ്പം ചോറ് തിന്ന വിഷയം എത്രയാണ് മനസ്സിലായില്ല. എനിക്ക് എങ്ങനെയാണ് മൈഗ്രെയിൻ വരുന്നതെന്നും എന്തുകൊണ്ടാണ് മാറാത്തതെന്നുള്ളതും ഉച്ചക്കത്തെ ചോറാട്ടോ ഇപ്പം കഴിക്കുന്നത് 7:00. അതുകൊണ്ടാണ് എൻ്റെ മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ. ഉത്തര ചേച്ചി 2 മക്കൾ നോക്കി നിൽക്കേ. ഭക്ഷണം കഴിക്കുന്നു. വരാത്തതിന് മുന്നാണ് ഷവർമ്മ ചോദിച്ചിട്ട് ഞാൻ അതും വാങ്ങിക്കൊടുത്തത് ഉത്തര ചേച്ചി. അപ്പോൾ കൊള്ളം കുടിച്ചാലേ. അങ്ങനെ ഗൈസ് കുളി കഴിഞ്ഞു. ഒരു വീഡിയോസിൻ്റെ അകത്തേ ഒരു പുള്ള ചേച്ചിയും പാലക്കൽ ചേച്ചിയും പറഞ്ഞൊരു കഥയുണ്ട്. എന്താ വെച്ചാൽ ജസ്ന ഇറച്ചും മീനും കൂട്ടിയാണ് പോലും കൃഷ്ണനെ വരയ്ക്കാറ്. കുളിച്ച് കഴിഞ്ഞാൽ നവരത്ന തേക്കുക എന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യമാട്ടോ. എനിക്ക് തല തേക്കുമ്പോൾ ഒരു തണുപ്പ്, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഞാൻ ഇറച്ചിയോ മീനോ കൂട്ടിയാൽ പിന്നെ കൂട്ടിയിട്ടാണ് പോലും കൃഷ്ണനെ വരയ്ക്കുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പുള്ള ചേച്ചിയും പാലക്കൽ ചേച്ചിയും. കൃഷ്ണനെ വരയ്ക്കുമ്പം വൃത്തിക്ക് വരയ്ക്കണം പോലും. ഞാൻ ഒരു മുസ്ലിം കുട്ടി ആയതുകൊണ്ട് ഇറച്ചി മീനൊക്കെ കൂട്ടിയിട്ട് ഞാൻ ആ ഒരു രീതിയിലാണ് വരയ്ക്കാറ് എന്നൊക്കെയാണ് പുള്ള ചേച്ചിയൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇന്ന് വരെ ഇറച്ചിയോ മീനോ കൂട്ടിയാൽ കുളിക്കാതെ കൃഷ്ണനെ വരയ്ക്കാൻ പോയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് വെറും ഒരു ഫോട്ടോ ആണ് അത്. പക്ഷെ അതൊരു മറ്റൊരാളുടെ കയ്യിലെത്തുമ്പോൾ അതൊരു ദൈവമായി മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇറച്ചിയും മീനും കൂട്ടിയാൽ ഇത് വന്നത്തെ 2ാമത്തെ കുളിയാണ് ഗൈസ്. ഇതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ മടിച്ചാളൽ. എനിക്ക് മൈഗ്രെയിൻ വരാനുള്ള ഒരു റീസൺ ഇതാണ്, കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളതാണ്. 1ാമത്തെ കാര്യം ഇറച്ചിയോ മീനോ ഉണ്ടായാൽ കുളിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിക്കേണ്ട ഒന്നാണ്. അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. ഏതായാലും കൈ കഴുകിയിട്ട് വരയ്ക്കാനിരിക്കാൻ നോക്കട്ടെ. എൻ്റെ സ്ഥലത്ത് വേറെ ആൾ കുടിയേറിയിട്ട് തോന്നുന്നു. ഭയങ്കര തണുപ്പിട്ടോ. വെള്ളത്തിനുള്ളത് പറയുന്നത് എന്താ മോളെ, ഒന്നങ്ങോട്ടേക്ക്. ഓളെ കുടുങ്ങാണ്ട് ഓരോരോ അവസ്ഥ നോക്കിയ പിള്ളേർക്ക് മര്യാദയ്ക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഞാൻ വരയ്ക്കാൻ ഇതാക്കാനൊക്കെ പോകുന്ന സമയത്ത് തലേന്ന് വെള്ളം പോയില്ല ഗൈസ്, വെള്ളം ഇട്ടുന്നു. പിന്നെ അപ്പോൾ ഇന്നിപ്പോൾ പെയിൻറ് ചെയ്യാൻ
ബാലൻസ് പെയിൻറ് ചെയ്ത് തീർക്കാനുള്ളത് ഇതാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇവിടെ ഉണ്ട് കേട്ടോ ഒരാൾ, ഇതും ചെയ്യാനുണ്ട്. ആരാ മോനെ? അപ്പോൾ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു സെക്കൻഡ് എനിക്ക് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല, കാരണം ഇരിക്കാൻ സമയമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം എനിക്ക് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയായിട്ട് കൊറിയർ ചെയ്യേണ്ട കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അതാണ് സംഭവം. ഇത് എന്നാൽ വർക്കിലേക്ക് ഞാൻ തുടങ്ങട്ടെ. ഓക്കെ, ടാറ്റാ. നിങ്ങളെന്തേ ഓടി വരാൻ? അങ്ങോട്ട് കൊണ്ടുവന്ന വണ്ടി ആരും തിരിക്കൂ. ഇവിടെ പോയി നിങ്ങൾക്ക് ഇനി ഞാൻ വായിക്കൊണ്ട് തന്നില്ല എന്ന് പറയണ്ട. ഫുഡ് ഉണ്ടാക്കാൻ ഗൈസ് ഞാൻ മേടിച്ച കുക്കർ അമ്മക്ക് കൊടുത്തു. ഇതാണ് നമ്മുടെ അരുണേട്ടന്റെ സ്വന്തം അമ്മ. അരുണേട്ട ഫാൻസ് ആണെന്നറിയാം, എനിക്കില്ലാത്ത ഫാൻസ് ആരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, 2 കുക്കർ വാങ്ങി, ഒന്ന് അമ്മക്കും ഒന്ന് എനിക്ക്. അമ്മക്ക് സാധനം കൊടുത്തു. അങ്ങനെ ദേ ഇന്നത്തെ വർക്ക് ഫിനിഷ് ചെയ്തു. നേരത്തെ തുടങ്ങിയ വർക്കാണ്, ഇന്ന് രാവിലെ തുടങ്ങിയ വർക്കാണ്. ഇത് ഫിനിഷ് ചെയ്തു. ഇന്നതേ ചെയ്യുന്നുള്ളൂ. വേറെ ചെയ്യാനുള്ള ശേഷി എനിക്കില്ലാത്തത് കൊണ്ട് ബാക്കി നാളേക്ക് വെച്ചു. അപ്പോൾ പെയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇന്നത്തേത്. അപ്പോൾ ആ വിവരോടെയൊന്നും നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് ഒന്നായിട്ട് പെയിൻ്റ് അടയ്ക്കുക, ഒന്നായിട്ട് പെയിൻ്റ് അടിപ്പോയി. അപ്പം അങ്ങനെയാണ്. ഇനി പിള്ളേർക്ക് ചോറ് കൊടുക്കണം, അച്ഛനും അമ്മയുണ്ട് ഇവിടെ, അവർ കഴിച്ചിട്ട് വേണം അവർക്ക് പോകാൻ. അപ്പോൾ ബാക്കി മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ നോക്കട്ടെ കേട്ടോ. അമ്മയൊക്കെ ഇന്ന് കൊണ്ടുപോകുന്ന ഐറ്റംസ് ഒന്ന് കാണിച്ചു തരാം. ദേ ചോറുണ്ട്, ഒരുപാട് ചോറ് കൊണ്ടുവന്നു. ഇത് ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി തിരിച്ചു കൊണ്ടുപോകാനാട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് കഴിക്കാനാണ്. എന്നാൽ അതല്ല കേട്ടോ സംഭവം. ഈ റോഡുമ്മേൽ കുറേ നായ്ക്കൾ ഉണ്ടാവുമല്ലോ. ഇവിടെ നേരത്തെ എണ്ണുന്ന കണ്ടിക്ക് കൂമുള്ളി 7 എണ്ണം, മറ്റേടത്തേടോ 4 എണ്ണം ഒക്കെ എണ്ണി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ കഴിച്ചതിൻ്റെ ബാക്കി എല്ലാം കൂടിയും കുഴച്ചിട്ട് പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോകും. എന്നിട്ട് റോഡുമ്മേൽ വെച്ചിട്ട് നായ്ക്കൊക്കെ കൊടുക്കുന്ന പരിപാടിയാണ് 2 ആക്കും. അതിനാണ് ഇത്രയും തോനെ ചോറുമായിട്ട് വരുന്നത്. പിന്നുള്ളത് മീൻ പൊരിച്ചതാണ്. അയില പൊരിച്ചത്. ഇത് കുമ്പളവും എൻ്റെ തമ്മ വെള്ളരി മാങ്ങി, കുമ്പളവുമായി വെള്ളരി മാങ്ങി. വെള്ളരി മാങ്ങി നല്ല ഗുണമുണ്ട്. കറി വെച്ചതാണ്, നല്ല അടിപൊളി കറി. പിന്നെ അടുത്തത് എന്താണാവോ, ഇത് അയില കറി, മുളക് കറി കേട്ടോ. ചിക്കൻ പൊരിച്ചത്. ഇത്രയും ഐറ്റംസ് ആണ് ഇന്ന് അമ്മയും അച്ഛനും കൊണ്ടുവന്നത്. രാവിലെ അമ്മ കൊടുത്തുവിട്ടല്ലോ, അമ്മൻ്റെത് കണ്ടു, ഇപ്പൊ അമ്മൻ്റെതും കണ്ടു. അപ്പൊ രണ്ടാളും ഓരോരുത്തരുടേതായിട്ട് കഴിവ് തെളിയിക്കുകയാണ് ഇങ്ങോട്ട് കൊടുത്തയച്ച് ഞാൻ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇവർ ഫുഡ് കഴിക്കട്ടെ. ഞാൻ നേരത്തെ കഴിച്ചത് കൊണ്ട് എനിക്കിപ്പം തൽക്കാലം വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നത്. അമ്മ എന്താണ് സ്പെഷ്യൽ കൊണ്ടുപോകുന്നതെന്നുള്ളത് നിങ്ങളൂടെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്നത്. ഓക്കെ, ഇന്ന് അജിപ്പാലിൽ കയറിയിട്ടുണ്ടായി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നില്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണെന്നറിയോ? എന്തിനാന്ന് വെച്ചാൽ അരി വറുത്ത് പൊടിക്കുന്നത് കേട്ടിക്കോ. നിങ്ങൾ വിചാരിക്കും പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതല്ല സംഭവം. അല്ലാതെ നമ്മുടെ ചോറുണ്ടല്ലോ വറുത്ത് പൊടിക്കുക. അങ്ങനെ പൊടിച്ചിട്ട് കടലയും ശർക്കരയൊക്കെ ഇട്ടിട്ട് ഒരു പൊടി ഉണ്ടാക്കും, അമ്മ ഉണ്ടാക്കുന്നതാണ്. അപ്പം അതിലേക്ക് കൂട്ടാനാണ് ബദാമുണ്ട്, എന്താടാ
അതേപോലെ അണ്ടിപ്പരിപ്പുണ്ട്, വാൾനട്ട് ഉണ്ട്. ഇതെന്താണ്? ഇതിൻ്റെയൊക്കെ മുകളിൽ എവിടെയാ വേരുള്ളത്? ഹാസൽനട്ടോ? എന്താ? ബ്രസീലിയൻ നട്ട്. ഇതൊക്കെ ഇത് പിസ്തയാ. പിന്നെ ഇതെന്താ നോക്ക്, പീക്കൻ നട്ടോ. ഇതെന്താ? മക്കാന പ്ലെയിൻ. എന്തായാലും 10,000-2000 രൂപ ബില്ല് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അപ്പൊ ഇത്രയും സാധനം ഈ അരി പൊടിച്ചതിൽ കൂട്ടിയിട്ട് ഇവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് ചായക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അമ്മ അരി പൊടിച്ച് തരാറുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ റൈസ് ഉണ്ടല്ലോ, ചോറ് നിന്ന് റൈസ്, അത് വറുത്ത് പൊടിച്ച് അതിലേക്ക് കടലയും ശർക്കരയും ഈ കണ്ട സാധനങ്ങളൊക്കെ വറുത്ത് പൊടിച്ച് ചേർത്തിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രോട്ടീൻ പൗഡർ പോലത്തെ ഒരു സംഭവം, പിള്ളേർക്ക് കൊടുക്കാനുള്ളൊരു പ്രോട്ടീൻ പൗഡർ പോലത്തെ ഒരു സാധനം. അപ്പം അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്ന് കയറിയത്. അത് നിങ്ങൾക്ക് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ എടുത്തു. ദാ ഗൈസ്, ഞാൻ പറഞ്ഞ സംഭവം ഇവിടെ കൊണ്ടുവരും, ബാക്കി ചോറ് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുപോകും. ഇത് DYFIൻ്റെ പൊതിച്ചോറാ. അരുണിൻ്റെ ഡാഡിയാണിത്. അടുത്ത ആർക്കാ? ഏടൊക്കെ എത്ര എണ്ണൊക്കെ ഉണ്ടച്ചാ ഒന്ന് പറ. കൂളി 7 എണ്ണോ വേറെടാ. ഓരോരോ സ്ഥലത്തേക്കുള്ളത്. ഇതാ വേറെയും പൊതികളുണ്ട് കേട്ടോ. അച്ഛൻ്റെ ഫോണ് ഇതാ പാത്രത്തിലൊക്കെ ഉണ്ട്. ചോറൊക്കെ എടുത്തിട്ടാണ് പോണത്. ടാറ്റാ. അങ്ങനെ ചോറും കൊണ്ട് വന്നു, തിരിച്ചു പോയി. ഇന്നത്തെ ചടങ്ങിലേക്ക് സ്വാഗതം. മറ്റൊന്നുമല്ല ഗായ്സ്, കുങ്കി കുടിക്കാൻ. എൻ്റെ ഏട്ടത്തിൻ്റെ മോനായിന്തോന്ന് പറയല് കുങ്കി. അപ്പം ഭക്ഷണത്തിന് ശേഷമാണ്. എണ്ണിക്കോളൂ. 1. ഇത് അലിയിച്ച് കഴിക്കാനുള്ളതാണ്. ഇത് ഞാൻ തരൂല, ചോദിക്കണ്ട, ഞാൻ തരത്തില്ല. ഇപ്പോഴും മനസ്സിലായോ? നല്ല വയസ്സുണ്ടടേ. എന്നിട്ട് ഈ ഉത്തരനെ പോലെയുള്ള ആൾക്കാരൊക്കെ കുഞ്ഞേ, പൊന്നേ, മുത്തുമണിയെ എന്നൊക്കെ വിളിക്കുക. അതല്ലേ 4-ാം തീയതിക്ക് ശേഷമാണ്. ഒന്നും കൂടി ഉണ്ടല്ലോ. അല്ല, ഗുളിക എടുത്ത് മടിക്കുമോ? ഇതൊരു ചടങ്ങ് തന്നെയാണ് ഗൈസ്, വല്ലാത്തൊരു ചടങ്ങാണ്. പിന്നെ ഒന്നും കൂടി ഉണ്ട്. ഇത് ഇന്നലെ കുടിക്കാൻ മറന്നു പോയിക്ക്. അങ്ങനെ ഗുളികയും കുടിച്ച് ഇനി എന്താണെന്ന് വെച്ചാൽ കിടന്നുറങ്ങുക എന്നുള്ളതാണ്. ഭക്ഷണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്നതിന് ശേഷമാണ് കഴിച്ചത്. അതുകൊണ്ട് ഭക്ഷണം ഇപ്പം എനിക്ക് തൽക്കാലം വേണ്ട. ഇനി രാത്രി വല്ലതും വിശക്ക് വെച്ചാൽ എന്തെങ്കിലും എടുത്ത് കഴിക്കുക. പിന്നെ ചോറ് ഇവിടെ അമ്മ എനിക്ക് ബാക്കി വെച്ചിട്ടാണ് കേട്ടോ ബാക്കി കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെയാണ്. എന്നിട്ട് ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെയാണ്. എൻ്റെ ഒരു ദിവസം
എൻ്റെ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ എനിക്ക് പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഓക്കെ, ടാറ്റാ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.